ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഇപ്പോൾ ഇവിടെ നല്ല ഡൽഹിയിലൊക്കെ ഇപ്പോൾ ചൂട് തുടങ്ങി, തണുപ്പൊക്കെ പോയി. ഇനിയിപ്പോൾ ചൂട് തന്നെയാണ്. ഇനി 3-4-5 മാസം നല്ല ചൂട് തന്നെയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളിലും മിക്ക വീഡിയോകളിലും ഞാൻ അങ്ങനെ പറയാറുണ്ട്, ഭയങ്കര തണുപ്പ് തണുപ്പ് എന്ന്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചൂടേ ചൂടെന്ന് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും എന്നെപ്പറ്റി അറിയില്ലാവില്ല, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പം ഞാനിങ്ങനെ വീട്ടമ്മ ആയതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും ഒക്കെ തന്നെയായിരിക്കും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ കാണിക്കാറും. വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ളത് അതും കാണിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കിയായിരുന്നു കേട്ടോ. ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്നോ കൊണ്ടുവച്ച കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂർക്കയാണ് ഞാനിങ്ങനെ നന്നാക്കി എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ഡോലക്കിൻ്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഡോലക്കിന് എന്തോ ഇങ്ങനെ ഭയങ്കര ഇത് സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കല്യാണമല്ല അവിടെ നടക്കുന്നത്, എന്തോ പരിപാടിയാണ്. എന്താ ഫംഗ്ഷൻ എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കിച്ചണിലേക്ക് കയറിയിട്ടോ. ഒന്നും മനസ്സിലാകുന്നില്ല, എന്തോ നല്ല ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ അതിങ്ങനെ കുറേ നേരം നോക്കി നിന്നാൽ ശരിയാവില്ലല്ലോ. ഉച്ചയ്ക്ക് ഇവരെ ഊണ് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് കറി വെക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം വന്ന് കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാവാൻ വെച്ച് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. പിന്നെ അതാ സവോള ഒരു 2 സവോള മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സവോള അതാ നന്നായിട്ട് വഴറ്റി എടുക്കുകയാണേ. അപ്പോൾ അടച്ചു വെച്ചിട്ട് വഴറ്റുമ്പോൾ വേഗം പെട്ടെന്നാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരേപോലത്തെ ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കുക, മുളക് പൊടിയൊക്കെ ഇട്ട്. ഇപ്രാവശ്യം ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാതെ കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇത് കാണുന്നില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ കുരുമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ അരച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്ക് ഇതാ തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ച നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിക്കനും മീനൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് പോയിട്ട് വാങ്ങിക്കുക. അപ്പം അത് കാരണം ഞാൻ ചിക്കനെ കുറച്ച് വാങ്ങിച്ച് വെച്ചത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെക്കാറാട്ടോ ചെയ്യാറ്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് ചേർക്കേണ്ട മസാല ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, മുളക് പൊടി ചേർത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ ചാച്ചെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കാതെയാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അത് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചത് കുറച്ച് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുക. ഓരോ കറിക്ക് വേണ്ടത് അങ്ങനെ മാറ്റി വെക്കുക ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ ആ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യേ. അപ്പോൾ ഇതാ കുറേശ്ശെ ഞാൻ അതിങ്ങനെ എടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു 3-4 പീസ് ഞാനങ്ങ് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എന്താ പറയുക, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ, വല്ല സമൂസയോ ചിക്കൻ്റെ അടയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ഒരു 3-4 പീസ് മാറ്റി വെക്കാറ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വൈകുന്നേരത്തെ ചായക്കുള്ളൊരു കടിക്കുള്ള ഇതും കിട്ടും ചെയ്യും. അപ്പോൾ ഒരു വെറൈറ്റി അല്ലേ ചിക്കനൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു 3-4 പീസ് മാറ്റി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ആ കൂർക്ക നന്നാക്കണതിൻ്റെ ഇടയിൽ വേറെ എന്തോ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ചായൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പലഹാരത്തിൻ്റെ. അപ്പോൾ അത് ഞാനത് ഒരു വേറെ പാത്രത്തിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ കൂർക്ക നന്നാക്കാൻ ഒരു 2-3 പീസ് ഞാൻ ആക്കി വെച്ചിട്ട് പിന്നെ എനിക്ക് വേറെ പരിപാടിയിലേക്ക് വന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ളത് കൂർക്ക നന്നാക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ കറ വരുമല്ലോ, അപ്പോൾ ഞാൻ ആദ്യത്തേൽ ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് എണ്ണയൊക്കെ കൈമിൽ തേച്ചിട്ടാട്ടെ ഞാൻ പിന്നെ ബാക്കിയുള്ള കൂർക്ക നന്നാക്കണത്. വലിയ കൂർക്കലായതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കാൻ കഴിയും കേട്ടോ. നാട്ടിലൊക്കെ ഉള്ള നാടൻ കൂർക്കയ്ക്കാണെങ്കിൽ കുറേ മെനക്കെട്ട പണിയല്ലേ, പക്ഷേ ടേസ്റ്റാട്ടോ ഇത്. കൂർക്ക നല്ലതുമാണല്ലോ. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് വെന്തോന്നൊക്കെ നോക്കട്ടോ. ചിക്കൻ ഓൾറെഡി ഒരു വെന്തതാണ്. അപ്പോൾ മസാലയൊക്കെ അതിൽ നല്ലോണം തിളച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയ പോലെയാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടെ കുറച്ച് സമയം ഞാൻ നല്ലോണം അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക നമ്മൾ ആ മിക്സിയിൽ പച്ചമുളകൊക്കെ ചതച്ച സമയത്ത് ഇട്ട് കൊടുത്തെങ്കിലും പിന്നെ ഒരു ഗരം മസാലേൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന്. ഇതൊരു കുറച്ചൊരു വെറൈറ്റി മുളക് പൊടി ചേർക്കാത്തൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഇതാ കുറച്ച് മല്ലിയില ചേർത്തു കേട്ടോ. കുറച്ച് നല്ല ഫ്രഷ് മല്ലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില എടുത്ത്, എല്ലാവർക്കും ഒന്നും അത് ഇവിടെ ഇഷ്ടമല്ല, എന്നാലും എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില അതിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്